ഒരു മരത്തിന്റെ മോളിയോ ചേട്ടൻ നിൽക്കാം. ചേട്ടാ താഴെ ഇറങ്ങ്, അവിടെ കയറി നിൽക്കല്ലേ. മാത്രമല്ല ചേട്ടൻ ഒരു പഴയ പാൻറ് വിട്ട് മരത്തിന്റെ മണ്ടേ കയറി ഇരിക്കുക. എന്നാ പരിപാടിയാന്ന് താഴെ ഇറങ്ങിയിട്ടാ കളികാരിയാവും. ഓക്കെ, മകനെ മടങ്ങി വരൂ. അല്ല അങ്ങനെയല്ല, മകനെ മടങ്ങി വരൂ വേഗം. മാത്രമല്ല എനിക്കൊന്ന് ലൈൻ കമ്പിയൊക്കെ അതുവഴി പോകുന്നുണ്ട്. അതൊരു ഒറ്റവരെ കൊമ്പി നിൽക്കുക, അത് കയറി നിൽക്കല്ലേ. ചേട്ടാ ഇറങ്ങി ആവേശം. മറ്റന്നാ ഓട്ടിയാവുള്ള. ശരി, ഓക്കെ. നമ്മള് അപ്പുറം പറഞ്ഞ് ബന്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ എന്തായാലും വട്ടിയൂർക്കാവിൽ മാത്രമല്ല കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും ആവേശം അലതല്ലുന്ന അടിയില്ല സംഘർഷം മാത്രമേ ഉള്ളൂ. നമ്മൾ ഓവർഡോസ് ആക്കണ്ട, ചളമാക്കല്ലേ കാശ്മീർ. ഓക്കെ. അപ്പൊ നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മലപ്പുറത്തു നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മലപ്പുറത്ത് ചെറുതായിട്ട് നേരത്തെ തന്നെ ചെറിയൊരു സംഘർഷം ഉണ്ടായിരുന്നു. ഈ ആൾക്കൂട്ടത്തിൽ ഇത് വാക്കേറ്റം നടത്തുന്നവർ എന്ത് മണ്ടത്തര പറഞ്ഞാൽ കേൾക്കൂ. നാളെ സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. കയ്യാങ്കളി വേണ്ട, നാളെ സമയമുണ്ട്. പാലക്കാടുള്ള ദൃശ്യങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഒഴുകി വരുന്നതിന്റെ കാഴ്ചയാണ് പാലക്കാട് നിന്ന് നമ്മൾ കാണുന്നത്. പാലക്കാടിന്റെ മനോഹരമായ മണ്ണിൽ രമേശ് പിഷാരടിയും അതേപോലെ പാലക്കാട്ടെ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ, മൂന്നുപേര് നമ്മുടെ ചങ്കാണ്. പാലക്കാട് നിന്നുള്ള ചങ്കളുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.